കേരളം മുഴുവൻ നടുങ്ങിപ്പോയൊരു സംഭവം. സ്വന്തം മകനെ തൻ്റെ കൈകളാൽ കൊന്ന് തെളിവ് മായ്ക്കാൻ ശ്രമിച്ച അമ്മ. എന്താണ് ഇതിനു പിന്നിലെ കഥ? അവരെ എന്തിനാണ് ഇത്രയും ക്രൂരയായ ഒരു സ്ത്രീയാക്കി മാറ്റിയത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നടന്ന ജിത്തു ജോബ് കേസിനെ കുറിച്ചാണ്. വെൽക്കം ടു ക്രൈം ഫോളിയോ. കൊല്ലം ജില്ലയിലെ കുരീപ്പള്ളി സ്വദേശിയാണ് 14-കാരനായ ജിത്തു ജോബ്. നാട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അവൻ. 9ാം ക്ലാസ്സിലായിരുന്നു ജിത്തു പഠിച്ചിരുന്നത്. 2018 ജനുവരി 15 സ്റ്റേഷനറി കടയിലേക്ക് പോയ ജിത്തു വൈകുന്നേരമായിട്ടും തിരികെ വരാതിരുന്നതിനാൽ ജിത്തുവിൻ്റെ പിതാവ് ജോബ് ജോണും മാതാവ് ജയമോളും ചേർന്ന് കൊല്ലം ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ആ രാത്രി മുഴുവൻ കുടുംബവും അയൽക്കാരും ജിത്തുവിനെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. പോലീസ് കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചു. ജിത്തുവിൻ്റെ വീട്ടിൽ നിന്നാണ് അന്വേഷണം തുടങ്ങിയത്. അന്വേഷണത്തിൽ വീടിൻ്റെ പിന്നിൽ നിന്ന് ജിത്തുവിൻ്റെ ചെരുപ്പ് കണ്ടെടുത്തു. അതുപോലെ ജിത്തുവിൻ്റെ മാതാവ് ജയമോളുടെ കയ്യിലെ പൊള്ളലേറ്റ പാടുകൾ പോലീസ് ശ്രദ്ധിച്ചിരുന്നു. അവരോട് കാരണം തിരക്കിയപ്പോൾ കിച്ചണിൽ നിന്ന് തിളച്ച വെള്ളം വീണ് പൊള്ളിയതാണെന്നവർ മറുപടിയും പറഞ്ഞു. പക്ഷേ പോലീസിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ജനുവരി 17 വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെയുള്ള ശൂന്യമായൊരു സ്ഥലത്ത് വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കത്തിക്കരിഞ്ഞൊരു ബോഡി കണ്ടെത്തുന്നു. പരിശോധനയിൽ അത് ജിത്തുവിൻ്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് പോലീസിന് ഉറപ്പായി. പോലീസ് ജയമോളെ ചോദ്യം ചെയ്യാനായി തുടങ്ങി. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ജയമോൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതെ, ഞാൻ തന്നെയാണ് കൊന്നത്, അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൻ്റെ കുറിച്ച് സംഭവിച്ചതാണെന്ന് അവർ കുറ്റസമ്മതം നടത്തി. ജിത്തുവിൻ്റെ കുടുംബത്തിന് അവൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കളുമായി സ്വത്ത് തർക്കമുണ്ടായിരുന്നു. ഭർത്തൃപിതാവിനെയും മാതാവിനെയും ജയമോൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ജിത്തു മുത്തശ്ശനെയും മുത്തശ്ശിയെയും പിന്തുണയ്ക്കുന്ന ആളായിരുന്നു. ജയമോൾക്കാവട്ടെ അത് തീരെ ഇഷ്ടവുമായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിചിത്രമായും ആക്രമണാസക്തിയായും ജയമോൾ പെരുമാറുന്നത് അവരുടെ ഭർത്താവ് ശ്രദ്ധിച്ചിരുന്നു. ജനുവരി 15 ജിത്തു സ്ഥിരമായി പോകുന്നത് പോലെ അന്ന് മുത്തശ്ശൻ്റെ വീട്ടിൽ പോയി തിരിച്ചെത്തി. ജയമോളുടെ പെരുമാറ്റ രീതികൾ കാരണം സ്വത്തുക്കൾ അച്ഛന് കൈമാറില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞെന്ന് ജിത്തു ജയമോളോട് പറയുന്നു. ജിത്തുവാകട്ടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പക്ഷമായിരുന്നു. ഇത് കേട്ട് രോഷാകുലയായ അവർ മകനോട് തർക്കിക്കാൻ ആരംഭിച്ചു. ദേഷ്യത്തിനിടയിൽ വിറകുകൊണ്ട് ജിത്തുവിൻ്റെ തലയ്ക്ക് അവരടിക്കുന്നു. അവൻ അബോധാവസ്ഥയിലായപ്പോൾ അവർ തൻ്റെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ആ കുഞ്ഞിൻ്റെ മരണം ഉറപ്പാക്കുന്നു. എന്നിട്ട് മൃതദേഹം വലിച്ചിഴച്ച് ഉണങ്ങിയ ഇലകളും വിറകും കൊണ്ട് മൂടി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. തീ അണഞ്ഞപ്പോൾ ശരീരാവശിഷ്ടങ്ങൾ പെറുക്കി അടുത്തുള്ള വാഴത്തോട്ടത്തിലേക്ക് എറിയുന്നു. ഭർത്താവ് ജോബ് വരുന്നതിന് മുൻപ് അവർ അടുക്കളയിലെ രക്തക്കറിയും മറ്റു തെളിവുകളും വൃത്തിയാക്കുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ജയമോൾക്ക് ഡിപ്രഷനും മാനസിക രോഗവും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തെളിവെടുക്കാൻ അവരെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആളുകൾ ദേഷ്യം കൊണ്ട് വല്ലാതെ ബഹളം വെക്കുവാൻ തുടങ്ങി. അതുപോലെ ചിലർ അവരെ കല്ലെറിയുകയും ചെയ്തിരുന്നു. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ മറച്ചു വെക്കരുത്, സംസാരിക്കുക, സഹായം തേടുക, മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്നു തന്നെ പറയുക. ചിലപ്പോൾ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു സംഭാഷണം ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. കൂടുതൽ ക്രൈം സ്റ്റോറികളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ കരുതലോടെ ജീവിക്കുക, കരുതലോടെ കേൾക്കുക.